എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ജെൽ ഇലക്ട്രോഫോറസ് എല്ലാവർക്കും എളുപ്പമാണ്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ ആണ്. ഒന്ന് രണ്ട് പുതിയ പോയിന്റ് കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഒന്ന് കേട്ടു നോക്കാം, പഠിച്ച് മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. വാട്ട് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്? എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? അതിനു മുമ്പായിട്ട് എന്താണ് ഇലക്ട്രോഫോറസിസ്? ചാർജ് ഉള്ള മോളിക്യൂൾസിനെ ഒരു മീഡിയത്തിന്റെ സഹായത്താൽ വേർതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അതായത് ചാർജ് ഉള്ള ഏത് മോളിക്യൂളിനെയും നമുക്കൊരു മാട്രിക്സിന്റെ സഹായത്താൽ സെപ്പറേറ്റ് ചെയ്യാം. ആ പ്രോസസ്സിനെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നു. അവിടെ എടുക്കുന്ന മാട്രിക്സ് ഒരു ജെല്ലാണെങ്കിൽ ആ പ്രോസസ്സിനെ ജെൽ ഇലക്ട്രോഫോറസ് എന്ന് പറയും. എടുക്കുന്ന മീഡിയം ഒരു ജെല്ലാണെങ്കിൽ അതിനെ ജെൽ ഇലക്ട്രോഫോറസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ജെൽ ഇലക്ട്രോഫോറസ് നോക്കാം. The cutting of DNA by restriction endonucleases results in the fragments of DNA. These fragments can be separated by a technique known as gel electrophoresis. It is the separation of charged molecules under a electric field through a matrix. നമ്മൾ എടുത്ത DNA, അതായത് നമ്മൾ ഒരു സെല്ലിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത DNA ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് സങ്കല്പിക്കും. അതിലേക്ക് റെസ്ട്രിക്ഷൻ എൻസൈം ഒഴിച്ചു കൊടുക്കും. കട്ട് ചെയ്യേണ്ട സീക്വൻസിന് അനുസരിച്ചുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഒഴിച്ചു കൊടുക്കും. ഈ എൻസൈം DNA പല പല പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ടാകും. പല ഫ്രാഗ്മെന്റ്സിലുള്ള, പല ലെങ്തിലുള്ള DNA കട്ട് ചെയ്തിട്ടുണ്ടാകും. DNA കാണാൻ കഴിയില്ലല്ലോ. ആ DNA കട്ട് ചെയ്ത DNA നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിൽ നമുക്ക് ഏതാണ് വേണ്ടത്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട, വേർതിരിക്കേണ്ട DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകും. അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. എങ്ങനെ? ഒരു ജെല്ല് എന്ന മീഡിയത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് DNA സെപ്പറേറ്റ് ചെയ്യുക. DNA നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്ത് പോസിറ്റീവ് പോളിലോട്ട് മൂവ് ചെയ്യും. അതിന് സഹായിക്കണമെങ്കിൽ, അത് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ജെല്ലും കൂടെ വേണം. അത്രേ ഉള്ളൂ. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജെല്ലിന്റെ പേര് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ കോമൺലി യൂസ്ഡ് മാട്രിക്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്? അഗറോസ് എന്ന ജെല്ലാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ദ നാച്ചുറൽ പോളിമർ ഫ്രം സീവീഡ്സ്. കടൽ പായലുകളിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ പോളിമർ ആയിട്ടുള്ള അഗറോസ് ആണ്. കടൽ പായലുകളിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ പോളിമർ ആയിട്ടുള്ള അഗറോസ് ആണ് ജെല്ലായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്. ജെൽ ഇലക്ട്രോഫോറസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അഗറോസ് ജെല്ലാണ്. ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ 1, 2, 3, 4 എന്ന വെല്ലെന്ന് കൊടുത്തിരിക്കുന്ന ചെറിയ കുഴികളാണ്. ജെൽ ഇലക്ട്രോഫോറസിൽ ചെറിയ ചെറിയ ഡിപ്രഷൻസ് ആണ്. ഈ കുഴികളിലേക്കായിരിക്കും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്ന ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത്. ടിപ്പന്റെ സഹായത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? അത് DNA പല പല പീസുകളായിട്ട് മുറിഞ്ഞു കിടപ്പുണ്ടാവും അല്ലേ? അതിന് ഓരോരോ ആ 4 വെൽസിലോട്ട് ഒഴിച്ചു കൊടുക്കും. DNA നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് പോളിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് പോളിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ മൂവ് ചെയ്യാൻ എടുത്തിരിക്കുന്ന മാട്രിക്സ് മീഡിയം എന്നത് ജെല്ലാണ്, അഗറോസ് ജെല്ലാണ്. ഈ ജെല്ലിലൂടെ അത് മൂവ് ചെയ്യും. ജെല്ലിന് ഒരു പ്രത്യേകത ഉള്ള, ജെല്ലിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അരിപ്പ പോലെയാണ്, സീവിങ് എഫക്ട് കാണിക്കും. അപ്പൊ ജെല്ല് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു വെച്ചാൽ അത് സീവിങ് എഫക്റ്റിലൂടെ DNA അരിച്ചരിച്ച് ഓപ്പോസിറ്റ് പോളിലേക്ക് എത്തിക്കും. ഇനി എങ്ങനെ DNA മൂവ് ചെയ്യുന്ന വെച്ചാൽ ചെറിയ ഫ്രാഗ്മെന്റ്സ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യും, ലാർജ് ഫ്രാഗ്മെന്റ്സ് വളരെ സ്ലോയിൽ മൂവ് ചെയ്യും. ചെറിയ ചെറിയ ബിറ്റുകൾ, ചെറിയ കഷ്ണങ്ങൾ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും, ആ ഫോളിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്ത് പോവുകയും, എന്നാൽ ലാർജർ ഫ്രാഗ്മെന്റ്സ് വളരെ സ്ലോയിൽ മൂവ് ചെയ്ത് അതിന്റെ ഫർദർ എൻഡിൽ എത്തുകയാണ് ചെയ്യുന്നത്. DNA നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ആദ്യമേ പറഞ്ഞു. അപ്പൊ ഈ ജെല്ലിലൂടെ മൂവ് ചെയ്യുന്ന DNA എങ്ങനെ കാണും? അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു സ്റ്റെയിൻ കൂടി ചേർക്കാറുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ് എത്തിഡിയം ബ്രൊമൈഡ്. എത്തിഡിയം ബ്രൊമൈഡ് എന്ന സ്റ്റെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ലൈറ്റിൽ, വിസിബിൾ ലൈറ്റിൽ നമുക്ക് DNA കാണാൻ കഴിയില്ല. അതിനു വേണ്ടി സ്പെഷ്യൽ ലൈറ്റ് വേണം, UV ലൈറ്റ്. UV ലൈറ്റ് അല്ലെങ്കിൽ UV റേഡിയേഷൻ കൊടുക്കുമ്പോൾ DNA നമുക്ക് ഓറഞ്ച് ബാൻഡ്, ഓറഞ്ച് നിറത്തിൽ കാണാൻ കഴിയും, ജെല്ലിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പൊ DNA നേക്കഡ് ആയിക്കൊണ്ട് വിസിബിൾ ലൈറ്റിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. അത് കാണാൻ വേണ്ടി നമ്മൾ ഏത് സ്റ്റെയിൻ ആഡ് ചെയ്യും? എത്തിഡിയം ബ്രൊമൈഡ് എന്ന സ്റ്റെയിൻ ആഡ് ചെയ്ത് UV റേഡിയേഷൻ, UV ലൈറ്റിൽ ഓറഞ്ച് കളറിൽ കാണാൻ കഴിയും. അപ്പൊ ഈ DNA ഇപ്പോൾ ഓറഞ്ച് കളറിൽ നമ്മുടെ ജെല്ലിൽ ഇങ്ങനെ ആ ചിത്രത്തിൽ കാണുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിൽ ഏത് DNA ആണ് നമുക്ക് വേണ്ടത്, ആ DNA നമ്മൾ കണ്ടെത്തും. കണ്ടെത്തിയതിനു ശേഷം ആ ജെല്ലിൽ നിന്ന് അതിനെ കട്ട് ചെയ്തെടുക്കും. ജെല്ലോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന്, ജെല്ലിൽ നിന്ന് ആ DNA സെപ്പറേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ പ്രോസസ്സിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. അത് ഒൻപതിനായിട്ട് സ്ഥിരത ചോദിക്കാറുണ്ട്. അപ്പൊ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നും, ആ സെപ്പറേറ്റ് ചെയ്ത DNA അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഇലൂഷൻ എന്നാണ് അറിയുന്നത്. Explain the separation of DNA fragments using gel electrophoresis. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ജെൽ ഇലക്ട്രോഫോറസിലൂടെ നമുക്ക് എങ്ങനെ DNA സെപ്പറേറ്റ് ചെയ്യാം, അത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ DNA സെപ്പറേറ്റ് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആ സെന്റൻസ് ഒന്ന് വായിച്ചു കൊടുക്കാം. The DNA fragments can be separated by gel electrophoresis. Since DNA fragments are negatively charged molecules, they can be separated by forcing them into move towards the anode under an electric field through a medium or matrix. നേരത്തെ പറഞ്ഞു DNA നെഗറ്റീവ് ചാർജ് ആയിട്ട് പോസിറ്റീവ് പോളായ ആനോഡിലേക്ക് നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് മാട്രിക്സിന്റെ അല്ലെങ്കിൽ മീഡിയത്തിന്റെ സഹായത്താൽ മൂവ് ചെയ്യിപ്പിക്കാം. The DNA fragments separate according to their size through sieving effect provided by the agarose gel. അഗറോസ് ജെൽ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിച്ചാൽ അതിനൊരു സീവിങ് എഫക്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ആ ഒരു സീവിങ് എഫക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, സൈസിനനുസരിച്ച് DNA മൂവ് ചെയ്യുന്നു. ഹെൻസ് ദ സ്മാളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. അതായത് സ്മാളർ ഫ്രാഗ്മെന്റ്സ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യും. ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ ദ സ്റ്റെയിനിങ് DNA, a compound known as etherium bromide followed by exposure to UV radiation. സെപ്പറേറ്റഡ് DNA നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, UV ലൈറ്റില് എത്തിരിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ ഉപയോഗിച്ചാൽ മാത്രമേ കാണാൻ കഴിയൂ. The separated bands of DNA are cut out from the agarose gel and extracted from the gel piece. This step is known as elution. നേരത്തെ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്ത DNA ജെൽ പീസിന് കട്ട് ഔട്ട് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് പ്രോസസ് ഇസ് കാൾഡ് ഇലൂഷൻ. ചിത്രം തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഐഡന്റിഫൈ ദ ടെക്നിക്. ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം ഉൾപ്പെടുത്തിയുള്ളൂ. ഇതിന്റെ കൂടെ ഉള്ളത് ഏത് ജെല്ലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് വഴിയെ വരുന്നുണ്ട്. ഐഡന്റിഫൈ ടെക്നിക് എന്നൊരു ചിത്രം ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും, ജെൽ ഇലക്ട്രോഫോറസിസ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ പ്രോസസ് എന്നോ എങ്ങനെ വേണോ ചോദിക്കാം. ജെൽ ഇലക്ട്രോഫോറസിസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് ഇൻ RDNA ടെക്നോളജി? RDNA ടെക്നോളജിയിൽ ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ. ഈ ചിത്രം തന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക് ഫോർ വിഷ്വലൈസിംഗ് DNA അണ്ടർ UV ലൈറ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെയിനിന്റെ പേര്, അതായത് UV ലൈറ്റിലെ DNA കാണാൻ വേണ്ടി, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെയിനിന്റെ പേര് ചോദിച്ചാൽ എത്തിരിയം ബ്രോമൈഡ്. വൈ അഗറോസ് ഈസ് യൂസ്ഡ് ആസ് മാട്രിക്സ്? എന്തുകൊണ്ട് അഗറോസിനെ മാട്രിക്സ് ആയിട്ട് സെലക്ട് ചെയ്തു? ഡ്യൂ ടു ദ സീവിംഗ് എഫക്ട് പ്രൊവൈഡ് ബൈ ദ അഗറോസ് ജെൽ. അഗറോസ് ജെല്ലിന്റെ സീവിംഗ് എഫക്ട് കാരണം, അല്ലെങ്കിൽ സീവിംഗ് എഫക്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അഗറോസ് ജെല്ലിനെ ഉപയോഗിച്ചത്. In RDNA technology, the DNA fragment can be separated by a technique called RDNA technology. DNA fragments ne separate ചെയ്യുന്ന ടെക്നിക്കിന് എന്ത് പേര് പറയാം? ജെൽ ഇലക്ട്രോഫോറസിസ്. How can you visualize the separate DNA fragments in this technique? ഈ ടെക്നിക്കിലൂടെ നമുക്ക് എങ്ങനെയാണ് DNA വിസിബിൾ ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും? Stain the DNA with etherium bromide and expose it to UV light. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എത്തിരിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ ഉപയോഗിച്ച് UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ DNA കാണാൻ കഴിയും. റൈറ്റ് ദ നെയിം ഓഫ് ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് ദ DNA ഫ്രം ദ ജെൽ. ജെല്ലിൽ നിന്നും DNA റിമൂവ് ചെയ്യുന്ന ടെക്നിക്, അത് ശ്രദ്ധിക്കണം. ജെൽ ഇലക്ട്രോഫോറസിസ് എഴുതി വെക്കരുത്. ജെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ആയ DNA റിമൂവ് ചെയ്യുന്ന പ്രോസസിനെ ഇലൂഷൻ എന്നാണ് പറയുന്നത്. ഓർക്കുക, ജെല്ലിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ടെക്നിക്കിനെ ഇലൂഷൻ എന്ന് പറയുന്നു. ഡാഷ് ഈസ് ദ കോമൺലി യൂസ്ഡ് മാട്രിക്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സ്ലീവ് ബീഡ്സ് which is used in gel electrophoresis. Answer എന്താ? അഗറോസ്. Why etherium bromide and UV lights are used in it? എന്തുകൊണ്ടാണ് എത്തിരിയം ബ്രോമൈഡും UV ലൈറ്റും ഈ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്? We cannot see pure DNA fragments in the visible light and without stain. സ്റ്റെയിൻ ചെയ്യാതെ ഒരിക്കലും വിസിബിൾ ലൈറ്റിൽ നമുക്ക് DNA കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് എത്തിരിയം ബ്രോമൈഡും UV ലൈറ്റും ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ചിത്രം തന്നിട്ട് സബ് ക്വസ്റ്റ്യൻ 3 കാണും. ABC, ഐഡന്റിഫൈ ദ ടെക്നിക് എന്നോ, വിച്ച് ജെല്ലാണ് ഉപയോഗിക്കുന്നോ, ഏത് സ്റ്റെയിനാണ് ഉപയോഗിക്കുന്നോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇലൂഷൻ എന്നോ, അങ്ങനെ പല സബ് ക്വസ്റ്റ്യൻസ് വരും. ഇതിലധികം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് അഗറോസ് ജെൽ ഉപയോഗിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അഗറോസ് ജെൽ ഉപയോഗിക്കാൻ കാര്യം ആ സീവിംഗ് എഫക്ട് എന്ന പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം. അത് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, അപ്പൊ അതും കൂടെ പഠിച്ചു വെച്ചേക്കാം. അഥവാ ചോദിച്ചാൽ നമുക്ക് എഴുതാമല്ലോ. ഒരിക്കലും നമ്മുടെ മാർക്കൊന്നും പോകേണ്ട, എല്ലാ പോയിന്റും ടച്ച് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് നന്നായിട്ട് വായിക്കുക. ജെൽ ഇലക്ട്രോഫോറസിസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം.